അടിച്ചു പൊളിച്ച് സുഖിച്ച് ജീവിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ദൈവത്തിലേക്ക് തിരിയാം. ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലായ നിമിഷം മുതൽ വാർദ്ധക്യത്തിലെത്തിയ സമയം വരെയും വിളഞ്ഞ് ഭാഗമായി നിൽക്കുക. എപ്പോൾ വേണമെങ്കിലും പറിച്ചു മാറ്റാം, എപ്പോൾ വേണമെങ്കിലും അടർത്ത് മാറ്റാം. നീ ഭാഗപ്പെട്ട് നിൽക്കുക. ജനിച്ച ഉടനെ തന്നെ കുഞ്ഞു മരിച്ചു. 19 വയസ്സുള്ള കൗമാരക്കാരൻ, ടീനേജേഴ്സുകാരൻ കുളിക്കാൻ വെള്ളത്തിലിറങ്ങിയപ്പോൾ മരിച്ചു. 24 വയസ്സുകാരൻ ആക്സിഡന്റിൽ മരിച്ചു. 96 വയസ്സുള്ള അപ്പച്ചനും മരിച്ചു. അതുകൊണ്ട് നീ എപ്പോൾ മരിക്കുമെന്നറിയില്ല. എങ്ങനെ മരിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. അതുകൊണ്ട് നീ ഒരുങ്ങേണ്ടത് സ്വർഗത്തിന് വേണ്ടിയാ. CCC 1014 നിന്റെ പ്രവൃത്തിയും ഓരോ ചിന്തയും ഇന്ന് അവസാനിക്കും മുമ്പ് മരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളുടേതായിരിക്കണം. നിനക്ക് നല്ലൊരു മനസാക്ഷി ഉണ്ടെങ്കിൽ നീ മരണത്തിൽ നിന്ന് ഓടി ഒളിക്കില്ല. മറിച്ച് മരണത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നതിനേക്കാൾ പാപമില്ലാതെ കഴിയുന്നതാണ് ഭേദം. മരണത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? പക്ഷെ എന്ത് കഴിയും? പാപമില്ലാതെ ജീവിക്കാൻ കഴിയും. ഈ കാലഘട്ടം നമ്മളെ പഠിപ്പിച്ച സത്യം, അനേക യുവ വൈദികരുടെ ജീവൻ പൊളിഞ്ഞു പോയ ഒരു കാലഘട്ടം ഈ അടുത്ത കാലഘട്ടം. അനേക യുവ സന്യാസിനിമാർ മരിച്ചൊരു കാലഘട്ടം. അനേക പ്രശസ്ത വചനപ്രഘോഷകരായ ആത്മാര് മരിച്ചൊരു കാലഘട്ടം. അനേക യുവജനങ്ങൾ ആക്സിഡന്റിലും കൊറോണയിലും മറ്റ് ദുരിതങ്ങളിലും മരിച്ചു വീണൊരു കാലഘട്ടം. അനേക ബാലന്മാർ പൊടിഞ്ഞു പോയൊരു കാലഘട്ടം. ലോകത്തിന്റെ 4 അതിരുകളും കേരളം എന്ന ദൈവത്തിന്റെ സ്വന്തം സ്ഥലം എന്ന് പറയുന്ന ഒരു കാലഘട്ടം. ഇരവിലും കേന്ദ്രീകരിച്ച് നിരവധി യുവാക്കള് യുവതികള് സൂയിസൈഡ് ചെയ്ത ഒരു കാലഘട്ടം. പെരുമണ്ട കാലഘട്ടം. എവിടെ പോന്നു ഈ ആത്മാവ്? എങ്ങോട്ടാ യാത്ര? നീ പൾസറിൽ എങ്ങോട്ടാ യാത്ര? ഈ മയക്കമരുന്നിൽ എങ്ങോട്ടാ യാത്ര? ഈ പ്രണയത്തിൽ നീ എങ്ങോട്ടാ യാത്ര? സുഭാഷിതങ്ങൾ 14-ാം അധ്യായം, നിനക്ക് ശരിയെന്ന് തോന്നുന്നത് ചിലപ്പോൾ മരണത്തിലേക്കാവാൻ നയിക്കുന്നത്.